നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരാള് മുറിയിൽ പനിച്ചു കിടക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ അവളുടെ ആൾ അമൃതയാ. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയിരിക്കുക. ഇവിടിപ്പോ മറ്റാരും ഇല്ലാത്ത സ്ഥിതിക്ക് തിരക്കില്ലെങ്കിൽ പ്രശ്നാവോ? എന്ത് പ്രശ്നം? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ ആ മുറി കിടന്ന് ചത്തുപോകുന്നാണോ അമ്മ കരുതുന്നേ? അമ്മേ, അവക്കൊരു പനിയുമില്ല, ചുമയുമില്ല. ഒക്കെ ഒരു തട്ടിപ്പ്, വെറും തട്ടിപ്പ്. അഖിയുടെയും ഏട്ടന്മാരുടെയും അച്ഛന്റെ ഒക്കെ സ്നേഹം കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു തരം സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ഇവള് വെറും ലോ ക്ലാസ് തരികിടയാണമ്മേ. മറ്റുള്ളവരെ പറ്റിക്കാൻ ഇവളെ പോലെ മിടുക്കുള്ള മറ്റാരും ഈ ഭൂമിയിലില്ല. അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്ത് ചെയ്യാം, എന്റെ മോന്റെ തലയിൽ വന്ന് പെട്ടുപോയില്ലേ. സഹിക്കാതെ തരവില്ലല്ലോ. സഹിക്കരുത്. ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. അടിച്ച് പുറത്ത് കളയണം അവളെ. ദോ വരുന്നു. ആ, നിനക്ക് പനിയാണെന്ന് പറഞ്ഞു. പനിയുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കും. വെറുതെ മറ്റുള്ളവർക്ക് കൂടി അത് പകർത്തരുത്. പകരാൻ പനി ഉണ്ടായിട്ട് വേണ്ടേ അമ്മേ? എനിക്ക് അസുഖം കുറഞ്ഞമ്മേ. പിന്നെ ഞാനൊരു സ്ഥലം വരെ പോവാ. എവിടെ? അതും പോകുന്ന സ്ഥലം അറിയില്ലേ? ഞാൻ എൻ്റെ അച്ഛനൊന്ന് കാണാൻ പോവാ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. നീ ഏത് നരകത്തിൽ പോയാലും എനിക്കൊന്നുമില്ല. എന്റെ അനുവാദം കിട്ടിയിട്ട് നീ പോവുകയും വേണ്ട. അച്ഛൻ എന്നെ കാത്തു നിൽക്കുക. ഞാൻ പോയിട്ട് വരാം. കണ്ടില്ലേ അവളുടെ ധിക്കാരം കണ്ടില്ലേ? അമ്മയുടെ അനുവാദമൊന്നും വേണ്ട, ഞാൻ പോകുന്നല്ലേ അവളെ കാണിച്ചതിന്റെ അർത്ഥം. എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ എന്ന് ആര് ചോദിക്കാൻ ഇവളോടൊക്കെ? അവഗണിച്ചതിനെയൊക്കെ ഞാൻ പരിഗണിക്കുന്ന എന്തിനാ? എന്നാലും ഇളയ മകന്റെ ഭാര്യയല്ലമ്മേ. ഇവളിങ്ങനെ നാട്ടിലുടനീളം പറന്നു നടന്ന് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച അതിന്റെയൊക്കെ കുറച്ചില് നമ്മുടെ വീടിനാ. ഇതൊരു കൂട്ടുകുടുംബ. ചെളി തെറിക്കുന്നതേ ഒരാളുടെ മാത്രം മേത്തോട്ടല്ല, എല്ലാവരുടെയും മുഖത്തോട്ടാ. ഈ ഒരു കല്യാണത്തോടെ തന്നെ എന്റെ അന്തസ്സും അഭിമാനമൊക്കെ തകർന്നില്ലേ മോളെ? എനിക്കിപ്പോ പുറത്തോട്ടിറങ്ങാൻ തന്നെ പേടിയാ. അമ്മ, ഒന്നുകിൽ ഇവൾ ഇതിനകത്ത് തളച്ചിടണം, അല്ലെങ്കിൽ അടിച്ച് വെളിയിൽ തള്ളി ചാണകം തളിക്കണം. എന്നാലേ ആനന്ദ നിലയത്തിന്റെ അന്തസ് ബാക്കിയുള്ളതെങ്കിലും നിലനിൽക്കൂ. അഖി ഒരു ഉറച്ച നിലപാട് എടുത്തു പോയില്ലേ മോളെ? എന്ത് നിലപാട്? പെറ്റമ്മ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? അമ്മ സ്നേഹം കൊണ്ട് അവനെ തടവിലാക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ ഇവളെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതേ ഇനി രക്ഷയുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.